ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബട്ടർസ്കോച്ച് കേക്ക് കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 15 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്യുക കേട്ടോ. മുട്ടയുടെ മഞ്ഞ മാറുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1.5 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അര കപ്പ് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ ഒരു കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓവർ ബീറ്റ് ആയി പോയാൽ. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് 3 പ്രാവശ്യമായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ 9 ഇഞ്ച് ട്രേയിലോട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ഹാഫായിട്ടാണ്, 2 ടയർ കേക്കാണ്, അപ്പം ഹാഫ് 9 ഇഞ്ച് ട്രേയിൽ ഒഴിച്ച് ബാക്കി ഒരു 4.5 ഇഞ്ച് ട്രേയിലും കൂടി ഇട്ടാണ് ഒഴിച്ചത്. പിന്നെ നേരെ ഫോണ്ടൻറ്റ് വർക്കിലോട്ടാണ് ചേർക്കുന്നത്. ഫോണ്ടൻറ്റ് വർക്കിലെന്ന് വെച്ചാൽ നെയിമും അതിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങളാണ് ഇട്ടാണ് ചെയ്തത്. പിന്നെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് പഞ്ചസാരയും ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുകി വന്ന ശേഷം ബട്ടറും ചേർത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് വിപ്പിംഗ് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം കൊണ്ട് ഫ്രഷ് ക്രീം ചേർത്ത് നമുക്കൊരു സോസ് തയ്യാറാക്കാം. ആ പാനിൽ തന്നെ ഞാൻ പിന്നെ വെള്ളയും കൂടി റെഡിയാക്കി കേട്ടോ. പഞ്ചസാര ഇതേ അളവിന് തന്നെയാണ് എടുത്ത് ബട്ടറും ചേർത്ത് ബദാം ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. അത് നമ്മൾ തല്ലിപ്പൊട്ടിച്ചെല്ലാം കൂടി ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ്. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള അതൊന്ന് കുലുക്കിയിട്ടൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തു. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ കേക്ക് ബേക്കായി വന്ന ശേഷം നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് 3 ലെയറല്ല കേട്ടോ, എനിക്ക് 4 ലെയറായിട്ട് വന്നു കേട്ടോ. 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ വലിയ കേക്കും ഇതേ സെയിം മെത്തേഡ് തന്നെ, എനിക്ക് 4 ലെയറാണ് വന്നത്. അപ്പോൾ അതും കട്ട് ചെയ്ത് നേരെ മാറ്റി വെച്ചിട്ട് ഷുഗർ സിറപ്പിനായിട്ട് ഞാൻ പാലിൻ്റെ അകത്ത് പഞ്ചസാരയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ സോസും കൂടി ഇത്തിരി പുളിയൊന്ന് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഒരു ബേസിലോട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് വലിയ കേക്ക് തന്നെ സെറ്റ് ചെയ്തു. ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം ഷെല്ലിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ആ കുത്തിപ്പൊട്ടിച്ച് വെച്ചാൽ ബദാമിൻ്റെ സാധനം കൂടി ഇട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ.
അങ്ങനെ ഓരോ ലെയറും, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അങ്ങനെ ഓരോ ലെയറും ആദ്യം ചെയ്ത കണക്ക് തന്നെ ചെയ്തു കേട്ടോ. പിന്നെ കുഞ്ഞ് കേക്കും ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു, ക്രീം ഒഴിച്ചു, അങ്ങനെ കുറേ അങ്ങനെ എല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ, ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡോറ ടീം കേക്കായിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള പ്രിൻറ്റും എടുത്തിട്ടുണ്ട്. ഡോറ ഉണ്ട്, ടിക്കോ ഉണ്ട്, ബുജിയുണ്ട്. ഇതിനെല്ലാം അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഫൈനൽ കോട്ടിനായിട്ട് ഇത് 2 ലെയറായിട്ടാണ്. 2 ലെയറല്ല, 2 കളറാണ്. 2 2 ടയർ കേക്കും 2 കളറും വരുന്നു. അപ്പോൾ എനിക്ക് വലിയ പറ്റില്ല, ഞാൻ 2 കളർ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം അത് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ അതും ചെയ്തു. പിന്നെ കളർ ഒരു റോസ് പിങ്കാണ് ഞാൻ ആഡ് ചെയ്തത്. അതും കൂടി സെറ്റ് ചെയ്ത് നേരെ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെക്കാം. ഇത് 2 ടയർ ആയതുകൊണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം കൂടി വെച്ചു കേട്ടോ. കുഞ്ഞ് കേക്കിൽ നമ്മളത് ഈ കളർ ആഡ് ചെയ്ത് ആദ്യം തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തു. വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനായിരുന്നു അപ്പോൾ അവർ തന്ന. അപ്പോൾ എനിക്കത് പാടാണെന്നാലും നമ്മൾ പരമാവധി ശ്രമിച്ചു കേട്ടോ. ഇത് ഹൈറ്റ് വേണ്ട, ഇച്ചിരി പരന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നമ്മൾ ബേസ് ക്ലീൻ ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ആ ഒരു നമ്മൾ ഈ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചൊന്നും കൂടി സെറ്റ് ചെയ്തു. പിന്നെ 4 സൈഡ് ഒന്ന് ഉയരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്കത്തെ സ്റ്റിക്കും കൂടി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നമുക്ക് ഈ മേളിൽ വെച്ച് എടുത്ത് വെക്കുന്നൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പം എന്താ വെച്ച് വഴിക്കേണ്ടത്, ഇത് കണക്ക് പൊളിഞ്ഞ് റെഡിയായി ഒരു മതപ്പെട്ട പോയി. പിന്നെ ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്ത് ഒരു ഫിനിഷ് ചെയ്തെടുക്കാൻ ഒത്തിരി പാട് കേട്ടോ. പിന്നെ ഒരു കളർ പച്ച ലീഫ് കണക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം കൂടി വെച്ചു കേട്ടോ. മേളിലൊന്ന് സ്റ്റിക്ക് നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊന്ന് സെറ്റ് ചെയ്ത് പിന്നെ മേളിലും നമ്മൾ ലീഫ് കണക്കൊന്ന് വെച്ചിട്ട് നമ്മൾ ആ ഡോറേനെയും ബുജീനെയും ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം നമുക്ക് ടിക്കുനെയൊക്കെ വെച്ചു ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി. അപ്പോൾ ഓക്കെയാണ്. അതിനുശേഷം എല്ലാം വെച്ചു. എൻ്റെ ലാസ്റ്റ് ബുജീനെ വെച്ചിട്ടു. സൈഡിലാണ് ആ ബുജീനെ ആ കുരങ്ങനെ അവിടെ വെച്ചത്. അതിനുശേഷം നെയിം ആഡ് ചെയ്ത് കൊടുത്തു. നെയിം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്. പിന്നെ സൈഡിലൊക്കെ ഒന്ന് ചെറിയൊരു വൈറ്റ് പൂവാണ് ഫോണ്ടൻ്റ് വെച്ച് തന്നെ റെഡിയാക്കിയെടുത്തത്.
അപ്പോൾ നമ്മൾ നെയിമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.